السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നാമൊക്കെ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 8ാമത്തെ രാവിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഈ പ്രഗത്ഭമായ മുഹൂർത്തം മുഹറം മാസത്തിന്റെ 8ാം രാവ്, അതേപോലെ 9ാം രാവ്, 10ാം രാവ്, ഇതെല്ലാം മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർക്കുന്ന പരിഗണിക്കുന്ന പരിശുദ്ധമായ ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിന്റെ രാവ് വല്ലാത്ത പോരിശയാണ്. അതിന്റെ പകലുള്ള നോമ്പ് വല്ലാത്ത കൂലി കിട്ടുന്ന നോമ്പാണ്. അപ്പൊ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഈ പരിശുദ്ധമായ രാവുകൾ എന്തുകൊണ്ടും ഇജാബത്തിന് എഫക്റ്റീവായ രാവുകളാണ്. പ്രത്യേകിച്ച് ദിക്റിന്, സ്വലാത്തിന് വലിയ പുണ്യം കിട്ടുന്ന രാവുകളാണ്. അക്സർ സവാബ എന്ന ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറഞ്ഞത്, സാധാരണ രാവിൽ ദിക്ർ സ്വലാത്ത് ചൊല്ലുന്ന പോലെയല്ല, അക്സർ സവാബ, ധാരാളം കൂലി കിട്ടും. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പല സ്ഥലത്തും ഇന്നത്തെ രാവ് 10ാമത്തെ രാവാണ്, അതായത് ആശുറായിന്റെ രാവാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മജ്ലിസിൽ ചെയ്യുന്ന ദിക്റുകൾക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന ദുആകൾക്ക് എഫക്റ്റ് കൂടുതലാണ്. അവർക്ക് ഓരോ നാടുകളിലും ഓരോ സമയത്തിന്റെ ചേഞ്ചിങ് അനുസരിച്ച് മഹത്വം കൂടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ പകലിൽ നോമ്പാരാവുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമല്ലേ? മുഹറം 10ന്റെ നോമ്പ് ഇത്രേ കൂലി ഫകഅന്നമാ സ്വമദ്ദഹറകുല്ല. തൗറാത്തിൽ പോലും ഉണ്ടെന്നാണ്, തൗറാത്തിൽ പോലും ഉണ്ട്. കാലം മുഴുവൻ നോമ്പ് പിടിച്ച കൂലി കിട്ടും മുഹറം 10ന് നോമ്പ് പിടിച്ചാൽ. സ്വദേശത്ത് പിടിച്ചാലും വിദേശത്ത് പിടിച്ചാലും ഓരോരുത്തരും അവരവരുടെ സമയത്ത് പിടിക്കണം എന്ന് മാത്രം. കേരളക്കാരായി നമുക്ക് എന്നാണ് അന്ന് പിടിക്കണം, വിദേശത്ത് നിന്നാണ് അവർക്ക് അവരുടെ സമയം അനുസരിച്ച്. ഏതായിരുന്നാലും നാളെ അവർക്ക് മുഹറം 10ന്റെ പരിശുദ്ധമായ ആശുറായിന്റെ പകലാണ്. അപ്പൊ ഇന്നത്തെ രാത്രി അവർ നിയ്യത്ത് ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രവാസികൾ അല്ലെങ്കിൽ മുഹറം 10 ആയിട്ടുള്ള നാടുകളിലുള്ള സഹോദരങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. എങ്ങനെ നിയ്യത്ത് വെക്കേണ്ടത്? അല്ലാഹുവേ പടച്ചവനെ, മുഹറം മാസത്തിലെ ഒരു ദിവസത്തിലെ സുന്നത്ത് നോമ്പ് ഞാൻ നാളെ എടുക്കാൻ കരുതി, അവർ നിയ്യത്ത്. അതോടൊപ്പം മുഹറം 10ന്റെ ആശുറായിന്റെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ നാളെ കരുതി നിയ്യത്ത് വെക്കുക. അതോടൊപ്പം നോമ്പ് ഖളാ വീട്ടാനുള്ളവരുണ്ടെങ്കിൽ, അല്ലാഹുവേ എൻ്റെ റമളാന്റെ ഒരു നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഞാൻ ഖളാ വീട്ടാൻ കരുതിയിരിക്കുന്നു. ആ നിയ്യത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വർഷം പകൽ നോമ്പും രാത്രി നിസ്കാരവും അതിന്റെ കൂലി കിട്ടാൻ പോവാണ്. 10,000 ശുഹദാക്കളുടെ കൂലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും കഴിവിന്റെ പരമാവധി നിയ്യത്ത് എല്ലാവരും ഓർക്കണം. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ 8, 9 ആശൂറ, തസ്വ, അത് ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ നിയ്യത്തുകൾ തെറ്റാതെ പരിഗണിക്കണം. ദുൽഹിജ്ജ 8ന് ശനിയാഴ്ച നോമ്പിന് വലിയ പോരിശയാണ്, ഞായറാഴ്ച നോമ്പിന് പോരിശയാണ്, തിങ്കളാഴ്ച നോമ്പിന് പോരിശയാണ്, ചൊവ്വാഴ്ച കൂടെ നോമ്പ് സുന്നത്താണെന്ന് ഉലമാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് പറ്റിയ ദിവസമാണ്. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായി നോമ്പ് പിടിക്കാൻ പറ്റിയ മാസം മുഹറമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിയ്യത്ത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആത്മാർത്ഥമായി ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ടത്, ഇന്ന് നമ്മൾ പറയേണ്ടത്, ഓതേണ്ടത്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, പറഞ്ഞവരുണ്ട്, മുറാദുകൾ ഹാസിലാകാൻ പറഞ്ഞവരൊക്കെ ഉണ്ട്. അള്ളാഹു ഈ പരിശുദ്ധമായ രാവിൻ്റെ മാസത്തിൻ്റെ ആദ്യത്തെ മുഹറമിൻ്റെ 10ന്റെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് മുഹറം 10ന്റെ പോരിശ കൊണ്ട് അള്ളാഹു എല്ലാ മുറാദുകളും നമ്മുടെയൊക്കെ ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ദിക്ർ ദുആയിലേക്ക് കടക്കാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
ഇനി പരിശുദ്ധമായ ഖുർആൻ പ്രസന്റ് ചെയ്ത അത്ഭുതകരമായ ദുആ. ഈ ദുആയും മുഹറവുമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? മുഹറം 10 ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അള്ളാഹു കബൂലാക്കുന്നുണ്ട്. ഈ തൗബ കബൂലാക്കുന്നവരെ ആദം നബി സ്വലാത്തു വസ്സലാം ചോദിച്ചുകൊണ്ടിരുന്ന ദുആ ഖുർആനിൽ കാണാം. ഏതാണ് ദുആ? അത് പറയുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾ പുറത്തു കൊടുക്കും, അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളായി അവരെ ചേർത്ത് പിടിക്കുമെന്നാണ്. വലിയ സന്തോഷം കിട്ടുന്ന ദുആയാണ്. നമുക്കൊന്ന് ഒന്നിച്ച് ഓതാം എല്ലാവർക്കും. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 അസ്മാഉൽ ഹുസ്നയിൽ വളരെ പ്രഗത്ഭമായ ഖുർആൻ ആവർത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധമായ നാമങ്ങൾ, 2 നാമങ്ങൾ. അതാണ് പരിശുദ്ധ റഹ്മാൻ എന്ന് പറയുന്ന നാമം, റഹീം എന്ന് പറയുന്ന നാമം. അള്ളാഹിന്റെ കരുണ ഉറപ്പാ, കാരുണ്യത്തിന്റെ നോട്ടം ഉറപ്പാ. എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നമ്മളോട് കരുണ കാണിച്ച് മാപ്പ് നൽകും. ഈ പരിശുദ്ധമായ ഇസ്മയിൽ നിന്നവർക്ക് പ്രത്യേക പോലീസ് വർക്കത്തുണ്ടാവും, ഇജാബത്തുണ്ടാവും. ആ ഇസ്മ ഓരോന്ന് നമുക്ക് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി യാ റഹീം യാ അല്ലാഹ്. അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ് ഇത് പറയുന്നവരെ. ഒരുമിച്ച് ചൊല്ലാം നമുക്ക്. യാ റഹീം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഖസീദത്തു കാഫ്, 40 കാഫ് കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള മഹാനായ സുൽത്താനുൽ ഔലിയ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ തസ്നീഫ് ചെയ്ത മനോഹരമായ ഖസീദത്തു കഫാക്ക ഒന്ന് നോക്കാം. കഫാക റബ്ബുക കം യക്ഫീക വാഖിഫതൻ കിഫ് കാഫുഹാ കകമി മിൻ കാന മിൻക ലികാ തകുറു കറൻ കകരിൽ കരി ഫി കബ്ദി തഹകീമു സകസകതൻ കല്ലത് ലകൽ കലികാ കഫാക മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാനത की कौकब الفلका كفاك ربك كم يكفيك واكفة كف كافها ككمي من كان منك ليكا تكر كرا ككر الكري في كبدي تركيب سكسكة
كلت لك الكليكا كفاك ما بكفى كالكاف قربته يا كوكبا كان تركي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تركيم سكسكة كلت لك الكليكا كفاك ما بكفى كالكاف قربته يا كوكبا كان تحكي كوكب الفلكا. ഇനി പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ടെൻഷൻ മാറാൻ, അവന് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാവാൻ, അവർക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിക്കാൻ, ഉള്ള മക്കൾ സ്വാലിഹ്യങ്ങളാകാൻ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന ഖുർആനിന്റെ ഒരു മരുന്നുണ്ട്. അതെന്താ? അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനം. അള്ളാഹുവിനോട് ക്ഷമാപണം പറയാ, സംഭവിച്ചു പോയി റബ്ബേ എന്ന് പറയാം, ഇസ്തിഗ്ഫാർ പറയാ. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള അമലാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഞെരുക്കമൊക്കെ മാറിക്കിട്ടുന്ന അമലാണ്. മനസ്സ് ഫ്രീ ആകാൻ, മനസ്സിന്റെ എല്ലാവിധ ഫീലിങ്സ് അല്ലെങ്കിൽ മൂഡ് ഓഫ് മാറി കിട്ടാൻ ഏറ്റവും നല്ല മരുന്നാണ് ഇസ്തിഗ്ഫാർ. നമുക്കൊന്ന് ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ നമ്മൾ ഓതൽ സുന്നത്തായ പുണ്യമായ ഒഴിവാക്കാൻ പറ്റാത്തൊരു സൂറത്തുണ്ട്, സൂറത്തുൽ കഹ്ഫ്. അറിയാലോ, ആ സൂറത്തുൽ കഹ്ഫിൽ 7 ഔലിയാക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. ആ ഔലിയാക്കളുടെ ദുആ പരിശുദ്ധ ഖുർആൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വീര്യം കൂടിയ ദുആയാണ്. ആ ദുആ ആത്മാർത്ഥമായി ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്ത് ഏറ്റെടുത്ത് പറയാൻ തയ്യാറാണോ, നമ്മുടെ മാർഗം പിഴയ്ക്കില്ല. സഹോദരന്മാരും സഹോദരിമാരൊക്കെ അവർ ചെല്ലുന്ന ടച്ച് ചെയ്യുന്ന മേഖല വെച്ചടി കയറ്റുണ്ടാവും. അവർ ചവിട്ടുന്നിടം പൊന്നാവും. അത്രയേറെ ഫضലാണ് ആ പരിശുദ്ധമായ ദുആക്ക്. മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ, വസ്വാസിന്റെ വിചാരങ്ങൾ, അള്ളാഹുവിന്റെ വിശ്വാസത്തിലുള്ള വൈകല്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. റൂട്ട് ക്ലിയർ ആവും. പിന്നെയോ നമ്മൾ തുടങ്ങി വെച്ച എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാവും. വലിയ പവർഫുൾ ദുആയാണ്. ഒരുമിച്ച് എല്ലാം നമുക്ക് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ പോലീസിയായ മജ്‌ലിസിൽ സ്വലാത്തുകളുടെ രാജാവ്, സ്വലാത്തുകളുടെ സയ്യിദ്, സ്വലാത്തുകളുടെ ലീഡർ, സ്വലാത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത്, അതിനേക്കാൾ വലിയ അഫ്ളലായ സ്വലാത്ത് വേറെയില്ല, ശ്രേഷ്ഠമായ സ്വലാത്ത് വേറെയില്ല. അതാണ് അസ്വലാത്തുൽ ഇബ്രാഹിമിയ. ആ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലാം ഒരുമിച്ച്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم
ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. تقبل الله. അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി സ്വലാത്തുൽ ഹുളൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസൻസിൽ വെച്ച് ചൊല്ലുന്ന സ്വലാത്ത്, നേർക്ക് നേരെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടി ചൊല്ലുന്ന സ്വലാത്ത് പോലെ മഹാനായ മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ജിലാനി തങ്ങളുടെ സ്പെഷ്യൽ വെറൈറ്റി സ്വലാത്ത്, ഒരുപാട് ഖൈർ കിട്ടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നമ്മളോട് സലാം അടക്കുന്ന സ്വലാത്താണ്. അതായത് നമ്മൾ ഒരു വട്ടം ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഒറ്റവട്ടം മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ കാര്യം ദുനിയാവും ആഖിറത്തും സലാമത്തായി. എത്ര പവറാണ് സ്വലാത്തുൽ ഹുളൂർ. ചൊല്ലാം, എൻ്റെ കൂടെ ചൊല്ലി. الصلاة والسلام عليك يا سيدي يا رسول الله. 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 ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ള പരിശുദ്ധമായ സ്വലാത്തുൽ ഫാത്തിമിയ്യ സ്പെഷ്യൽ സ്വലാത്താണ്. കടങ്ങൾ പ്രയാസമുള്ളവർക്ക് വലിയ സമാധാനമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തും ഖബറിലും പരലോകത്തും നമുക്ക് നൂറ് നൽകാൻ, സ്വർഗ്ഗത്തിൽ പോകാനാ നൂറ്, അതിന് കാരണമാകുന്ന സ്വലാത്താണ്. ജീവിതം മുഴുവൻ ഒരു നൂറാവും, വെളിച്ചാവും. അതിന് പറ്റിയ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, اللهم صل على النور واهلي، 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 اللهم صل على النور واهلي. തഖബ്ബൽ അല്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി ഈ പരിശുദ്ധമായ രാവിൽ നമ്മൾ ഫാത്തിഹ ഓതാൻ പോവാ. ഈ ഫാത്തിഹയുടെ മിഥ്ല തവാബ് നമ്മുടെ മരിച്ചുപോയ വാപ്പിച്ചി, ഉമ്മച്ചി, മാതാപിതാക്കള്, അതേപോലെ കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, വല്ലുപ്പ, വല്ലുമ്മമാർ, ഉസ്താദുമാർ, മശായിഖന്മാർ, പരിചയമുള്ളവരില്ലാത്ത ഒരുപാട് മുഅ്മിനീങ്ങൾ ഖബറിൽ ആണല്ലോ. എല്ലാവരും നിയ്യത്താക്കണം, എല്ലാവരും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായ ഒരു ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس تقبل الله الله സ്വീകരിക്കട്ടെ അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി ആമീൻ പറയണം അൽഹംദുലില്ലാഹി الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹമുറാഹിമായ മലികുൽ ജബ്ബാറായ രാജസീദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പങ്കെടുത്തതും പാടിയതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ എല്ലാറ്റിന്റെയും മിഥിലതവാബ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗളാ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ ഖൈറുൽ മസ്വലാഹിന്റെ ആളുകൾ പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കള് വല്ലുപ്പമാര് വല്ലുമ്മമാര് കാരണവന്മാര് ഉസ്താദുമാര് ഭാര്യ ഭർത്താക്കന്മാര് മക്കള് കൂട്ടുകുടുംബാദികൾ അയൽവാസികൾ മഹല്ലത്തുകാര് പഠിച്ചവരെ സകലമാണ് മരണപ്പെട്ടു പോയ മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ എല്ലാവരും ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ മജ്ലിസും ഞങ്ങളുടെ സകലമായ ഹസനാത്തുകളും ഖബറിൽ കിടക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വല്ലാത്ത സന്തോഷമാക്കണേ അല്ലാഹ്. പഠിച്ചവരെ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മനോഹരമായ രാത്രിയിൽ നീ ജാബത്ത് കൊടുക്കുമ്പോ നരകമോചനം കൊടുക്കുമ്പോ സ്വർഗപ്രവേശനം കൊടുക്കുമ്പോ സാധുക്കളാണ് ഞങ്ങൾക്ക് കൂടെ തരണേ അല്ലാഹ്. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാഹ്. പഠിച്ചവരെ ഞങ്ങളിൽ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ ദുആയിൽ ഓർക്കണം ചേർക്കണം ഉസ്താദേ എന്ന് പറയുന്നവരിൽ ഞങ്ങളുടെ അൻവാറെ ഫസന്റെ കുടുംബങ്ങളിൽ കഫാഖ് ഇസ്ലാമിക് ചാനലിന്റെ കുടുംബങ്ങളിൽ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് സഹോദര സഹോദരിമാര് പ്രിയപ്പെട്ട പെങ്ങന്മാര് പ്രിയപ്പെട്ട ഉപ്പമാര് അല്ലാഹുവേ പല നിലക്കും രോഗങ്ങളുള്ളവരാണ് അല്ലാഹുവേ ശാഫി നീയാണ് കാഫി നീയാണ് മാഫി നീയാണ് രോഗം കൊടുക്കുന്നവൻ നീയാണ് രോഗം തിരിച്ചെടുക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ അല്ലാഹുവേ രോഗശമനം നൽകണേ അല്ലാഹ് ശിഫാ നൽകണേ അല്ലാഹ് പഠിച്ചവരെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ മുഹിബീങ്ങൾക്കോ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർക്കോ ഞങ്ങളുടെ മഹല്ലത്തുകാർക്കോ അല്ലാഹുവേ നീ തരല്ലേ അല്ലാഹ്. നിങ്ങളുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നു ഉസ്താദേ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ഉമ്മമാരുപ്പമാര് സന്തോഷങ്ങൾ പറയുന്നു അല്ലാഹ്. എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. പലതും ദുആ ചെയ്യാൻ പലരും പറഞ്ഞിട്ടുണ്ട് റബ്ബേ എല്ലാറ്റിനും കഴിവുള്ള അല്ലാഹ് നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് എല്ലാം നീ ഖൈറായി നടത്തി തരണേ അല്ലാഹ്. പഠിച്ചവരെ നിഅമത്ത് നൽകണേ അല്ലാഹ്.
അല്ലാ, ഖൈർ നൽകണേ അല്ലാ. സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, ബാധ്യത കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ജോലിയില്ലാതെ, മക്കളില്ലാതെ, കുടുംബമില്ലാതെ, പടച്ചവരേ ഉദ്ദേശിച്ച പണി കിട്ടാതെ വിഷമിക്കുന്നവരടക്കം അല്ലാഹുവേ എല്ലാവർക്കും നീ ജോലി കൊടുക്കണേ അല്ലാ, വീട് കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ മക്കൾ സ്വലാഹിയത്ത് നൽകണേ അല്ലാ. നാളെ ഞങ്ങൾ കബറി കിടക്കുമ്പോ മക്കളുടെ നന്മ കണ്ട് പഠിച്ചോരെ പെരുന്നാള് പോലെ ചിരിച്ച് കബറി കിടക്കാൻ ഭാഗ്യം ലഭിക്കുമെന്ന് ഹദീസിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്കതിന്റെ ഭാഗ്യം തുറന്നു നൽകണേ അല്ലാ. ഞങ്ങളുടെ കന്നവന്മാർക്ക് അതിന്റെ ഭാഗ്യം തുറന്നു നൽകണേ അല്ലാ. പഠിച്ചവരെ ഞങ്ങളെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, ഞങ്ങളോട് സന്തോഷം പറയുന്നവര്, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവര്, ഹദിയ നൽകുന്നവര്, അല്ലാഹുവേ പല കാര്യവും സ്നേഹത്തോടെ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞവര് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചോരെ ഞങ്ങളുടെ കാരണവന്മാര്, മാതാപിതാക്കള് പാവപ്പെട്ടവരാണ്, സാധുക്കളാണല്ല. അവരുടെ വിഷമം ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല റബ്ബേ. ജീവിച്ചിരിക്കുന്ന അത്തരം ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. നിങ്ങളുടെ ഭാര്യമാര്, ഭർത്താക്കന്മാര് സാധുക്കളാണ്, സ്നേഹമുള്ള, സന്തോഷമുള്ള, പരസ്പരം ഐക്യമുള്ള നല്ല കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബ ജീവിതം നീ ആക്കിത്തരണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ, ഇല്ലത്തിലാക്കല്ലേ അല്ലാ. ഫലസ്തീനിലെ ക്രൂരന്മാരായ, കണ്ണീച്ചോരയില്ലാത്ത ളാലിമീങ്ങളായ, അക്രമകാരികളായ ആളുകള്, പടച്ചവനെ ജൂതന്മാർ, ഏറ്റവും വൃത്തികെട്ട സമൂഹം, ഉമ്മത്ത്, അല്ലാഹുവേ ഞങ്ങളുടെ ഫലസ്തീനിലെ പാവപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടി, അന്നത്തിന് വേണ്ടി പടഞ്ഞ് കാത്തു നിൽക്കുന്ന, അല്ലാഹുവേ മരണം മുന്നിൽ കണ്ടുകൊണ്ട് കാത്തു നിൽക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി വരിക്ക് നിന്നിട്ടുള്ള പാവപ്പെട്ട മക്കളുടെ നേരെ ബോംബെറിയുന്നു റബ്ബേ. ഒരുപാട് പേരുടെ മരണ വാർത്ത ഞങ്ങൾ ഡെയിലി കേൾക്കുകയാണല്ലോ. ആ മരിച്ചു വീണവർക്ക് കാമിലാണ് ഷഹാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. അവർക്ക് ആഖിറത്തിൽ നഷ്ടമല്ല ലാഭം കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പടച്ചവരേ എത്രയും പെട്ടെന്ന് അക്രമകാരികളുടെ അക്രമം നീ ബാത്തുലാക്കണേ അല്ലാ. അവരുടെ എല്ലാവിധ പടക്കോപ്പുകളും പടച്ചവരെ നീ നിർവീര്യമാക്കി കളയണേ അല്ലാ. ഉദ്ദേശിച്ചതുപോലെ വർക്ക് ചെയ്യാതെ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥ തരണേ അല്ലാ. പടച്ചവരേ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, അയൽവാസികള്, പടച്ചവരെ രോഗിയായി കിടക്കുന്ന പലരുമുണ്ട്. കൗമാരക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, മക്കളുണ്ട് റബ്ബേ. എല്ലാവർക്കും ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മുഹിബ്ബീങ്ങൾ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവര്, ഞങ്ങളെ നോമ്പ് തുറപ്പിക്കുന്നവര്, ഞങ്ങളെ സേവനം ചെയ്യുന്ന മഹല്ലത്തിലുള്ളവര്, ഒരുപാട് ഉമ്മമാരുപ്പമാരുണ്ട് റബ്ബേ. ഞങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്, ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുണ്ട് റബ്ബേ. ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ ജന്നത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാരണവന്മാർക്ക് ആഫിയത്തും ആരോഗ്യവും സന്തോഷം കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാ. പടച്ചവനെ കള്ളക്കേസിലും കടക്കണിയിലും ഞങ്ങളാരെയും നീ കൊടുക്കല്ലേ അല്ലാ. ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന ഞങ്ങളുടെ നാവുകൾക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. صلي على جميع الأنبياء والمرسلين والحمد لله رب العالمين وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته.